ജൽജീവൻ മിഷന്റെ കീഴിൽ കീരമ്പാറ പഞ്ചായത്തിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതി കരാറുകാരന് നിർമ്മാണത്തുക ലഭിക്കാത്തതുമൂലം പാതി വഴിയിൽ നിലച്ചു. 7 കോടി രൂപയോളമാണ് കരാറുകാരന് ലഭിക്കാനുള്ളത്. എല്ലാ വീടുകളിലേക്കും ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ജലവിഭവ വകുപ്പിന്റെ അനാസ്ഥ മൂലം നിലച്ചിരിക്കുന്നത്. കീരമ്പാറ പഞ്ചായത്തിലെ എല്ലാ ഉപഭോക്താക്കൾക്കും പ്രയോജനകരമാകും വിധത്തിലുള്ള ശുദ്ധജല വിതരണ പദ്ധതിയാണ് ഇത്. ഇവിടെ ശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിച്ച് ജലം ശുദ്ധീകരിച്ച് കുടിവെള്ള ടാങ്കുകളിലേക്ക് എത്തിക്കുക വഴി ശുദ്ധജലം വിതരണം ചെയ്യുക എന്നതാണ് ലക്ഷ്യമാക്കിയത്. എന്നാൽ നിലവിൽ ഈ പദ്ധതി പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. കരാറുകാരന് അനുവദിച്ചു കിട്ടേണ്ടതായ കോടിക്കണക്കിന് രൂപ ജലവിഭവ വകുപ്പ് അനുവദിച്ചു നൽകിയിട്ടില്ല. ഇതുമൂലം നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഭൂതത്താൻകെട്ട് ഡാമിന്റെ ജലസംഭരണിയോട് ചേർന്നാണ് 3 ജലശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. ഇതിൽ ഒന്നിന്റെ നിർമ്മാണം പകുതി പോലും പൂർത്തിയായിട്ടില്ല. പാലമറ്റം കാളക്കടവിൽ ആഴമേറിയ കിണറും പമ്പ് ഹൌസും സ്ഥാപിച്ച് ഇവിടേക്ക് ജലമെത്തിക്കും. തുടർന്ന് മൈക്രോ ഫിൽറ്ററിംഗ് അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സംശുദ്ധമായ കുടിവെള്ളമാക്കി മാറ്റും. തുടർന്ന് വിവിധയിടങ്ങളിലുള്ള വാട്ടർ ടാങ്കുകളിൽ എത്തിച്ച് വിതരണം നടത്തും. പദ്ധതിയെക്കുറിച്ച് ജനപ്രതിനിധികൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 15 സെന്റ് സ്ഥലത്തോളം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തിയാണ് നമ്മൾ ഈ പദ്ധതി ആരംഭിച്ചത്. എന്തായാലും പല പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് 50%, 60% ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ പദ്ധതി നമുക്ക് വളരെ അനിവാര്യമായൊരു പദ്ധതിയാണ്. കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്ന തൊട്ടടുത്ത് ധാരാളം വെള്ളം നമുക്ക് പെരിയാർ പുഴയിലുള്ളപ്പോൾ വെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഗവൺമെൻറ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ടുകൾ അടിയന്തരമായി ലഭിച്ചുകൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിച്ചാൽ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ 24 മണിക്കൂറും വെള്ളം കിട്ടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കൃത്യമായി പണം നൽകാൻ ജലവിഭവ വകുപ്പിന് സാധിക്കുന്നില്ല. ഇതുമൂലം കരാറുകാർ മാത്രമല്ല, ഇവരെ ആശ്രയിച്ചു കഴിയുന്ന നിർമ്മാണ തൊഴിലാളികളും പ്രതിസന്ധിയിലാണ്. എല്ലാവിധ തയ്യാറെടുപ്പുകളും ഉണ്ടായിട്ടും വകുപ്പ് പണം അനുവദിച്ച് നൽകാത്ത കാരണത്താൽ വഴിമുട്ടി നിൽക്കുകയാണ് കീരമ്പാറ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതി. ന്യൂസ് ഡെസ്ക്, KCB ന്യൂസ്.